وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ فَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. ഈ ആയത്ത് മതി ഇന്ന് തന്നെ നമ്മുടെ ഈമാൻ റേഞ്ച് കൂടും. അസ്റേജിബാദ് പോകും, വേറെ ആരെയും ഇന്ന് തന്നെ ഈമാൻ കൊടുക്കും. എന്താ അല്ലാഹ് പറയാം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. അല്ലാഹു നിങ്ങളെ ടെൻഷൻ തന്ന് പരീക്ഷിക്കുന്നതാണ്, മനപ്രയാസം, മനക്ലേശം. വൽ ജൂഅ്, പട്ടിണി തന്ന് അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നു. വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടം അമ്പെ പരാജയപ്പെടുത്തി നിങ്ങളെ പരീക്ഷിക്കുകയാ. കച്ചവടം എന്തൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ടും പരീക്ഷണം. ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് 10 മിനിറ്റ് മുമ്പ് കുളത്തൂർപ്പുഴയിൽ നിന്ന് ഒരാൾ വിളിച്ചു. ഒരു വലിയ സമ്പന്നനാണ്, എവിടെ നോക്കിയാലും പാമ്പിനെ കാണും. അല്ലാഹ്, അയാള് മനസ്സിൽ കരുതുകയാണ് അവിടെ പാമ്പുണ്ടോ എന്ന് നോക്കി അവിടെ വന്ന് പാമ്പിനെ കണ്ടിരിക്കും. ഒരു പരീക്ഷണമായി. എവിടെ അദ്ദേഹം പാമ്പുണ്ട് എന്ന് പറഞ്ഞ് നോക്കിയാൽ അവിടെ പാമ്പ് കിടക്കും. മാനസികമായി അല്ലാഹു നിങ്ങളെ തളർത്തിക്കളയും. സമ്പത്തിൽ പരാജയം തന്ന അല്ലാഹു തളർത്തിക്കളയും. കച്ചവടം പരാജയം തന്ന അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തി പ്രയാസപ്പെടുത്തിക്കളയും. വൽ ഔഫുസി, മരണം തന്ന അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. മക്കളുടെ ആത്മാവിനെ അല്ലാഹു പിടിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ ആത്മാവിനെ പിടിക്കല്ലേ അല്ലാഹ്. മക്കളുടെ ആത്മാവിനെ നീ പിടിക്കല്ലേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ യതീമാക്കല്ലേ അല്ലാഹ്. ദുആ ചെയ്യണം. കാര്യം നമ്മുടെ കൈകൾ കൊണ്ട് നമ്മുടെ മക്കളുടെ നിക്കാഹ് നടത്തി കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.